വിഘ്നേശ്വറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. Flexi extension cord. Flexi Electronics and Home Appliances. Flexi. Life easy. PC ജോർജിന്റെ MLA സ്ഥാനം തെറിപ്പിക്കുമെന്ന് കേരള കോൺഗ്രസ് എം. അരുവിക്കരയിൽ ബദൽ സ്ഥാനാർത്ഥിയെ നിർത്തിയത് അയോഗ്യതയ്ക്കുള്ള മതിയായ കാരണമെന്ന് ആന്റണി രാജു. ചട്ടം മാറിയെന്ന് PC ജോർജ്. അയോഗ്യനാക്കാൻ KM മാണിക്ക് കഴിയില്ല. കരിപ്പൂർ സംഘർഷത്തിൽ CISF ജവാൻ സീതാറാം ചൗധരിക്കെതിരെ കുറ്റം ചുമത്തി കേസെടുത്തു. നിരപരാധിയാണെന്ന ചൗധരിയുടെ മൊഴി തള്ളി. അറസ്റ്റിലായ പ്രതികൾ 27 വരെ റിമാൻഡിൽ. 100 പേരെ സ്ഥലം മാറ്റി. രാജ്യസുരക്ഷ കുട്ടിക്കളിയില്ലെന്ന് വ്യോമയാന മന്ത്രി. ബാർഗോഴ കേസിൽ കോടതി വിധി എഴുതട്ടെ എന്ന് KM മാണി. കേസ് അട്ടിമറിച്ചാൽ കോടതി കയറ്റുമെന്ന് VS അച്യുതാനന്ദൻ. വിജിലൻസ് നടപടികൾ കോടതിക്ക് വിധേയമെന്ന് രമേശ് ചെന്നിത്തല. ബാർഗോഴ ആരോപണം രാഷ്ട്രീയ കാപട്യം മാത്രമെന്ന് ഉമ്മൻചാണ്ടി. കത്തോലിക്ക പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ ലവ് ജിഹാദും SNDPയുടെ നിഗൂഢ അജണ്ടകളും സജീവമെന്ന് ഇടുക്കി ബിഷപ്പ് മാത്യു ആനിക്കുഴിക്കാട്ടിൽ. മിശ്ര വിവാഹം മതവിരുദ്ധം. പെൺകുട്ടികൾക്ക് മേൽ ജാഗ്രത വേണമെന്ന് ഉപദേശം. കോപ്പ അമേരിക്കയിൽ അർജന്റീനയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളി പരാഗ്വേ. രണ്ടാം മത്സരത്തിൽ ഉറുഗ്വേ ജമൈക്ക പോര്. PC ജോർജിനെ അയോഗ്യനാക്കി പുറത്താക്കാൻ കേരള കോൺഗ്രസ് എം നേതൃത്വം നീക്കം തുടങ്ങി. അരുവിക്കരയിൽ മറ്റൊരു പാർട്ടിയുടെ ഭാഗമായി സ്ഥാനാർത്ഥിയെ നിർത്തിയ PC ജോർജിനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സ്പീക്കറെ സമീപിക്കാനാണ് കേരള കോൺഗ്രസ് എം നേതൃത്വം ആലോചിക്കുന്നത്. അതേസമയം നിയമസഭയിൽ വിപ്പ് ലംഘിച്ചാലേ തന്നെ അയോഗ്യനാക്കാനാകൂ എന്ന് PC ജോർജ് മറുപടി നൽകി. 1989 R ബാലകൃഷ്ണപിള്ളയെ അയോഗ്യനാക്കിയ സാഹചര്യം ചൂണ്ടിക്കാട്ടിയാണ് PC ജോർജിനെ അയോഗ്യനാക്കാൻ കേരള കോൺഗ്രസ് നേതൃത്വം നീക്കം ആരംഭിച്ചത്. 89 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ PJ ജോസഫിനൊപ്പമായിരുന്ന R ബാലകൃഷ്ണപിള്ള മൂവാറ്റുപുഴയിൽ PC തോമസിനെ പിന്തുണച്ചു. പിള്ള പാർട്ടി തീരുമാനം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി ജോസഫ് ഗ്രൂപ്പ് MLA KC ജോസഫ് അന്നത്തെ സ്പീക്കർ വർക്കല രാധാകൃഷ്ണനെ സമീപിച്ചു. വർക്കല രാധാകൃഷ്ണൻ പിള്ളയെ അയോഗ്യനാക്കി. സമാനമായ സാഹചര്യം PC ജോർജിന്റെ കാര്യത്തിലും നിലനിൽക്കുന്നുണ്ടെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. അരുവിക്കരയിൽ മറ്റൊരു പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥിയെ നിർത്തുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അയോഗ്യതയാണെന്ന് കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആന്റണി രാജു പറഞ്ഞു. ശ്രീ PC ജോർജ് MLA സ്ഥാനവും കൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഇന്ന് പുറത്തു പോകില്ല. കഴിഞ്ഞ 2 മാസക്കാലമായി ശ്രീ PC ജോർജ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സ്വന്തം പ്രവൃത്തിയിലൂടെ പാർട്ടി വിട്ടുപോയി എന്നുള്ളതിൻ്റെ തെളിവുകളുടെ കൂമ്പാരങ്ങളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. PC വിഷയത്തിൽ ആവശ്യമായ കാര്യങ്ങൾ പാർട്ടി തീരുമാനിക്കുമെന്ന് KM മാണി പ്രതികരിച്ചു. അതിനൊക്കെ പാർട്ടി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ലേ, അതൊക്കെ പാർട്ടി ചർച്ച ചെയ്യാം. എന്നാൽ പഴയ ചട്ടം ഇപ്പോൾ നിലനിൽക്കുന്നില്ലെന്നാണ് PC ജോർജിന്റെ നിലപാട്. നിയമസഭയിൽ വിപ്പ് ലംഘിച്ചാൽ മാത്രമേ അയോഗ്യനാക്കപ്പെടുകയുള്ളൂ എന്നാണ് പുതിയ ചട്ടമെന്നും PC ജോർജ് പ്രതികരിച്ചു. മാണിയുടെ ഈ കുതന്ത്രമൊന്നും എൻ്റെ അടുത്ത് വേണ്ട, അവിടെ കൈ വെച്ചാൽ മതി. പറഞ്ഞേക്കാം, ഞാൻ നേരിടും. എല്ലാ ശക്തിയോടും നേരിടാൻ തീരുമാനിച്ചിരിക്കുക. ഈ രാജ്യത്ത് നിയമവ്യവസ്ഥ ഉണ്ടോന്ന് പരിശോധിക്കും. ACDFിന്റെ ചെയർമാൻ എന്ന സ്ഥാനം വഹിക്കുന്നത് വിത്ത് പെർമിഷൻ ഓഫ് മിസ്റ്റർ മാണി. ഇതോടെ PC ജോർജിന്റെ MLA സ്ഥാനവും നിയമക്കുരുക്കിലേക്ക് നീങ്ങുകയാണ്. അതേസമയം അയോഗ്യനാക്കാനുള്ള നീക്കമുണ്ടായാൽ MLA സ്ഥാനം രാജിവെച്ച് അതിനെ നേരിടാനാണ് PC ജോർജ് ആലോചിക്കുന്നത്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ നമ്മോടൊപ്പം R ബാലകൃഷ്ണപിള്ള, ആന്റണി രാജു, ജേക്കബ് ജോർജ്, PC ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കർ തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും ഉള്ളത്. ആദ്യം ശ്രീ PC ജോർജ്, ഇത് മാണിയുടെ കുതന്ത്രമൊന്നുമല്ല. താങ്കൾ പാർട്ടി വിരുദ്ധനായി പ്രവർത്തിക്കുന്നു എന്നതിന് തെളിവുകളുടെ കൂമ്പാരമാണ് കേരള കോൺഗ്രസ് എം നേതൃത്വത്തിന് നിരത്താനുള്ളത്. എമ്മിൽ നിന്നുകൊണ്ട് താങ്കൾ സെക്യുലർ പാർട്ടിയുടെ യോഗത്തിൽ പങ്കെടുത്തു. മറ്റൊരു സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചപ്പോൾ കലക്ടർക്ക് മുമ്പാകെ ഹാജരായി. അവരുടെ കൺവെൻഷനിൽ പങ്കെടുത്തു. വിപ്പ് ലംഘിച്ചാൽ മാത്രമേ അയോഗ്യനാക്കാൻ കഴിയൂ എന്നാണ് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നികേഷിന് തെറ്റിപ്പോയത്, എനിക്ക് തെറ്റിയില്ല. നികേഷ് പറഞ്ഞ മുഴുവൻ അർത്ഥസത്യങ്ങളാണ്. ഞാൻ ഒരു പാർട്ടി, ഒരു രാഷ്ട്രീയ ജോസഫ് സെക്രട്ടറി യോഗത്തിൽ പങ്കെടുത്തെങ്കിൽ ഞാൻ മാത്രമല്ല, കേരള കോൺഗ്രസ് എമ്മിന്റെ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ മുൻ വൈസ് ചെയർമാൻ എന്ന നിലയിൽ അഴിമതിക്കെതിരെയുള്ള ഒരു സെമിനാർ ഞാൻ മാത്രമേ, മറ്റു കക്ഷികളും കൊണ്ട് ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഇനിയും പങ്കെടുക്കും, നാളെയും പങ്കെടുക്കും, നാളെ കഴിഞ്ഞും പങ്കെടുക്കും. ഏത് പാർട്ടിക്കാരും വിളിച്ചാലും ഞാൻ പോകും, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ. എന്നെ നിയന്ത്രിക്കാൻ ആന്റണി രാജിനൊന്നും അധികാരമില്ല. 2, ACDF എന്ന് പറയുന്ന സംഘടന, അത് മാണിയുടെ അനുവാദത്തോടെയാണല്ലോ. മാണി എന്താ മിണ്ടാത്ത 1.5 കൊല്ലം മുമ്പ് ഞാൻ രൂപീകരിച്ച് രജിസ്റ്റർ ചെയ്ത ഒരു സാംസ്കാരിക സംഘടനയല്ലേ. ആ സംഘടന ഞാൻ എത്ര കൊല്ലമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ സംഘടനയിൽ പെട്ട ആളുകൾ, അതിനകത്ത് രാഷ്ട്രീയ കക്ഷികളൊന്നും ഇല്ല, സാംസ്കാരിക കക്ഷികൾ മാത്രമേ ഉള്ളൂ. അവരെല്ലാം കൂടെ തീരുമാനമെടുത്ത് അത് പ്രഖ്യാപിക്കാൻ ബാധ്യതപ്പെട്ടവനാണ് ചെയർമാൻ എന്നതിന് ഞാൻ. അത് ചെയ്തിട്ടുണ്ട്, അത് സംശയം വേണ്ട. പിന്നെ അഴിമതിക്കെതിരെയുള്ള ശബ്ദമാണ്.
അത് അരുവിക്കര ഇപ്പൊ എന്നെ ഭീഷണിപ്പെടുന്ന അരുവിക്കരയിലേക്ക് വരാതിരുന്നാൽ ഞങ്ങൾ ഉപദ്രവിക്കാനെന്ന്. ഇവിടെ ഉപദ്രവിക്കണോ? ഞാൻ അരുവിക്കരയ്ക്ക് പോകുന്നുണ്ട്, അരുവിക്കര പോയി പറയുന്നുണ്ട്. ഐക്യരാധിപത്യയുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാര് മുഴുവൻ കാണിക്കുന്ന കൊള്ളയും അഴിമതി മുഴുവൻ വിളിച്ചു പറയും. അത് എന്നെ പറ്റും ഞാൻ നോക്കട്ടെ. തുടരുക ദയവായി. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള 1989 PJ ജോസഫിനെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥിയെ പിന്തുണച്ചതിന് താങ്കളെ അന്നത്തെ സ്പീക്കറായിരുന്ന വർക്കല രാധാകൃഷ്ണൻ അയോഗ്യനാക്കിയ അതിന് ചുവട് പിടിച്ചാണ് ഇപ്പോൾ PC ജോർജിനെതിരെയും കേരള കോൺഗ്രസ് എം നീക്കം തുടങ്ങിയിട്ടുള്ളത്. അന്ന് വിജയിച്ചു എങ്കിൽ ഇന്ന് വിജയിക്കുന്നതിന് എന്താണ് തടസ്സം? അന്ന് വിജയിച്ചത് ഞാനും കൂടെ സമ്മതിച്ചുകൊണ്ടാണ്. ഒന്ന് നികേഷ് ആലോചിക്കണം, 1989 നിയമമല്ല ഇക്കാര്യത്തിൽ ഇന്നുള്ളത്. അതിനുശേഷം ഭേദഗതി ചെയ്തിട്ടുണ്ട്. അന്ന് കൂറുമാറിയത് ഞാനല്ല, ജോസഫ് സെറ്റുവ. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണി തുടരുകയും ഐക്യ ജനാധിപത്യ മുന്നണിക്കെതിരായി മത്സരിച്ച ജോസഫിനെ എതിരായി PC തോമസിന് മൂവാറ്റുപുഴയിൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നോമിനേഷൻ ഒപ്പിട്ടു. ഞാൻ അതിൻ്റെ കളക്ടറേറ്റിനൊന്നും പോയതൊന്നുമില്ല, കൂടെ പോയതൊന്നുമില്ല. അത് പോയിട്ടുമില്ല, ഒരു പ്രാവശ്യമേ പോയുള്ളൂ, കഴിഞ്ഞ പ്രാവശ്യം. ഇത്തവണയല്ല, കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴ. അതിൻ്റെ ഒരു കാരണം ഉണ്ടായി, അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഞാനത് പരസ്യമായി പറഞ്ഞതാണ്. ഞാനൊരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി നിയമം അറിയാവുന്നയാളെന്നുള്ള നിലയിൽ 1989 ചെയ്താൽ എനിക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ വരുമെന്ന് ഉറച്ച് ഒരു പുതിയ തെരഞ്ഞെടുപ്പിന് നിൽക്കാമെന്ന് കരുതിയാണ് ഞാൻ പോയത്. ഞാൻ വർക്കല രാധാകൃഷ്ണനോട് എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ട് എക്സ്പ്ലനേഷൻ പോലും കൊടുത്തില്ല. നിയമസഭ പരിശോധിച്ചാൽ അറിയാം. ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ ബന്ധമുള്ളതുകൊണ്ടും ഞങ്ങൾ ഒരുമിച്ച് ജയിലിൽ പോയി കിടന്നവരായതുകൊണ്ടും ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞു, തനിക്ക് ആവശ്യമുള്ളത് ചെയ്തോ, ഞാൻ പാർട്ടി മാറിയെന്നുള്ളത് ഞാൻ അംഗീകരിക്കുന്നു. കാരണം അത് 3 മാസം മുമ്പാണ്. ഞാൻ മുന്നണി തുടരുക. ജോസഫ് ഇടതുപക്ഷ മുന്നണിയിലേക്ക് പോയി. യഥാർത്ഥത്തിൽ കൂറുമാറിയത് ജോസഫാണ്, ഞാനല്ല. കാരണം മുന്നണിയാണല്ലോ വലുത്. അങ്ങനെയാണ് സ്ഥിതി. അതുകൊണ്ട് എന്നെ പുറത്താക്കിയൊന്നുമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, യെദ്യൂരപ്പ കർണാടകത്തിൽ സമാനമായ ഒരു വിഷയം നേരിട്ടിരുന്നു. അന്ന് യെദ്യൂരപ്പയുടെ അല്ലെങ്കിൽ BJPയുടെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ 15 സ്വതന്ത്ര MLA-മാർ പങ്കെടുത്തപ്പോൾ അന്നത്തെ സ്പീക്കർ അവരെ അയോഗ്യരാക്കി. എന്നാൽ അത് പിന്നീട് സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തു. അതായത് ഒരു പാർട്ടി യോഗത്തിൽ പങ്കെടുത്തു എന്ന കാരണത്താൽ ഒരാൾ പാർട്ടി മെമ്പർഷിപ്പ് സ്വീകരിച്ചു എന്ന് കരുതാനാകില്ല എന്ന് സുപ്രീം കോടതി തന്നെ കണ്ടെത്തിയിരിക്കുന്നു. അതിൽ 2 കാര്യങ്ങൾ. ഒന്ന്, കോടതികൾക്ക് നിയമസഭയുടെ അല്ലെങ്കിൽ സ്പീക്കർ എടുക്കുന്ന നടപടികളിൽ ഇടപെടാം. 2, നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന കാരണത്താൽ മാത്രം പാർട്ടിയുടെ അംഗത്വം സ്വീകരിക്കുന്നു എന്ന അർത്ഥമില്ല എന്ന്. അത് ഇവിടെ PC ജോർജിന്റെ വിഷയത്തിലും ബാധകമാകാനിടയില്ലേ? PC ജോർജിനെ പുറത്താക്കാനുള്ള ഒരു ആലോചന കുറച്ചു കാലമായിട്ട് നടക്കുന്നുണ്ട്. അത് നിയമപരമായിട്ട് ശ്രീ ബാലകൃഷ്ണപിള്ള പറഞ്ഞ പോലെ ഇത് തെളിവെടുത്ത് തീരുമാനിക്കേണ്ട കാര്യം. PC ജോർജ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയിലുള്ള അംഗത്വം സ്വമേധയാ ഉപേക്ഷിക്കുവോ എന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അദ്ദേഹം കേരള കോൺഗ്രസ് മാനിഗ്രൂപ്പിൽ രാജിവെച്ചിട്ടില്ല. മറ്റേതെങ്കിലും രജിസ്റ്റർ ചെയ്ത രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നിട്ടുമില്ല. അങ്ങനെ ആർക്കും ഒരു തർക്കമില്ല. മാത്രമല്ല, കേരള കോൺഗ്രസ് സെക്യുലർ ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയുമല്ല. ആ പാർട്ടിയുടെ അംഗീകാരമൊക്കെ പണ്ടേ പോയതാണ്. അത് സംസ്ഥാന പാർട്ടിയല്ല, രജിസ്റ്റേർഡ് പാർട്ടി പോലെയല്ല. ശ്രീ ആന്റണി രാജു, എന്താണ് നിങ്ങളുടെ കേസ്? ഇപ്പോഴും നിലവിലുള്ള ക്ലോസ് വോളണ്ടറിലി ഗിവിംഗ് അപ്പ് ഹിസ് മെമ്പർഷിപ്പ് ഓഫ് സച്ച് പൊളിറ്റിക്കൽ പാർട്ടി എന്ന് അതുപോലെയുണ്ട്. മാത്രമല്ല, അതിന്റെ വിശദീകരണം എന്താണ്? ഫോർമൽ റെസിഗ്നേഷൻ നോട്ട് റിക്വയർഡ് ഇഫ് ദർ ഈസ് എവിഡൻസ് ടു ഷോ ദാറ്റ് ദ മെമ്പർ ഹാസ് ആക്ടഡ് അഗെയിൻസ്റ്റ് ദ പാർട്ടി ഇൻ എ വെരി ഡെമോൺസ്ട്രബിൾ മാനർ, then his disqualification can be sought. ഇനി അവിടെ ഡെമോൺസ്ട്രബിൾ മാനർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, appear on the platform of other party, number 1. Number 2, make public statement against the policies and programs of his party or does any other such act which show clearly his intention to sever his connection with his party. ഇവിടെ ഈ ക്ലോസ് 10ാം ഷെഡ്യൂളിലെ ഭരണഘടനയിലെ ക്ലോസ് എയുടെ പരിച്ഛേദനത്തിൽ അതിൽ വിവരിക്കുന്ന എല്ലാ ഒഫൻസും, ഒരു ഒഫൻസ് അല്ല. ബാലകൃഷ്ണൻ സാർ പറഞ്ഞത് ഒരു പാർട്ടിയിൽ അദ്ദേഹം പോയിട്ടില്ല, അത് രജിസ്റ്റേർഡ് പാർട്ടിയാണോ? അല്ല, ഓക്കെ നിൽക്കട്ടെ, അത് രജിസ്റ്റേർഡ് പാർട്ടി ആയിക്കോട്ടെ, എല്ലാവരും തൊട്ടെ, അതൊക്കെ വിടുന്നു. പക്ഷേ അതിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങളോ, അദ്ദേഹം ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ, ഇവിടെ അരുവിക്കര തെരഞ്ഞെടുപ്പിൽ
തൻ്റെ പ്രവൃത്തിയിലൂടെ അദ്ദേഹം സ്വയം പാർട്ടിയിൽ നിന്ന് പുറത്തതായി തെളിയിക്കാൻ ഇനി 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 ബാലകൃഷ്ണ സാറിൻ്റെ കണ്ണുകൊണ്ട് കാണുന്നതല്ലേ, ബാലകൃഷ്ണ സാർ ചെവി കൊണ്ട് കേൾക്കുന്നതല്ലേ? അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ, പുതിയ രാഷ്ട്രീയ മുന്നണി ഉണ്ടാക്കി, പുതിയ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു, ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു. മാത്രമല്ല, വളരെ പ്രധാനം, ഒരു സ്ഥാനാർത്ഥിയും കൊണ്ട് കളക്ടറേറ്റിൽ വരണാധികാരിയുടെ മുമ്പിൽ പോയി സെക്യുലർ പാർട്ടിയുടെ നേതാവായ TS ജോണിനെ ഇടതുവശത്തിരുത്തി, വലതുവശത്ത് PC ജോർജ് ഇരുന്ന് നാമനിർദ്ദേശ പത്രിക കൂടി അദ്ദേഹം കൊടുത്തു. മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ അരുവിക്കര പോയി ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചു. ഞാൻ ഏതാണ്ട് പാർട്ടി നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നെന്ന് ആന്റണി രാജുവിന് ഇപ്പോഴാണ് തോന്നിയത്. ആന്റണി രാജുവിന് തോന്നി തുടങ്ങിയല്ല, ജോസഫിന് തോന്നിയിട്ട് കുറച്ച് നാളായി എന്ന് എനിക്കറിയാം. ആ കാര്യത്തിൽ മാണി ഇച്ചിരൂടെ ഭേദം. ഒരു PC ജോർജ് കഴിഞ്ഞ 4-5 കൊല്ലക്കാലമായി നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഫലമായും പാർട്ടിയുടെ അച്ചടക്ക ലംഘനത്തിന്റെ ഫലമായും സമാന്തര പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചതിന്റെ ഫലമായും മുന്നണി വിരുദ്ധ പ്രവർത്തനം നടത്തിയതിന്റെ ഫലമായും അദ്ദേഹത്തെ പാർട്ടി കഴിഞ്ഞ ഏപ്രിൽ 17-ാം തീയതി സസ്പെൻഡ് ചെയ്തു. എല്ലാ കമ്മിറ്റികളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഇദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ളത് പാർട്ടി പ്രാഥമിക അംഗത്വം മാത്രമാണ്. ശ്രീ ആർ ബാലകൃഷ്ണപിള്ള, കേരള കോൺഗ്രസിന്റെ സ്ഥാപക നേതാവാണല്ലോ താങ്കൾ. പാർട്ടി അംഗത്വത്തിൽ നിലനിർത്തുക, എന്നിട്ട് സ്പീക്കർക്ക് എഴുതി കൊടുക്കുക പാർട്ടിയുടെ നയപരിപാടികൾക്കെതിരെയാണ് PC ജോർജ് പുറത്താക്കുന്നത്, അതുകൊണ്ട് നിയമസഭയിൽ പറ്റില്ല, എന്നാൽ പാർട്ടിയിൽ പറ്റും എന്ന് പറയുന്നത് അതെങ്ങനെയാണ് ന്യായീകരിക്കപ്പെടുക? അങ്ങനെ ഒരു കത്തിന് തന്നെ പ്രസക്തിയില്ലാതാവില്ലേ? ഇല്ല, ഞാൻ ആദ്യം ഒന്ന് പറഞ്ഞോട്ടെ. ആന്റണി രാജുവൊക്കെ നമ്മുടെ ചെറുപ്പക്കാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാണ്. ആന്റണി രാജു പറഞ്ഞ നിയമങ്ങളെല്ലാം ശരിയാണ്, ഞാനിലേക്ക് ഒന്നും കിടക്കുന്നില്ല. ഞാൻ ആ നിയമം അനുസരിച്ച് പ്രവർത്തിച്ച ആളും, ഞാൻ അതിനകത്തില്ല എന്ന് പരസ്യമായി പറഞ്ഞ ആളും, അവരുമായി മാറിയ ആളും, ഞാൻ പുതിയൊരു പാർട്ടി അതിനു മുമ്പ് ഉണ്ടാക്കിയ ആളുമാണ്. ഞാൻ സ്വയം തന്നെ രാധാകൃഷ്ണന് മുമ്പിൽ ഞാനൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്, എനിക്കൊന്നും നിങ്ങളോട് മറുപടി പറയാനില്ല എന്ന് പറഞ്ഞ് ഞാൻ പങ്കെടുക്കാത്ത ആളാണ്. നിയമസഭയുടെ രേഖകളുണ്ട്. വളരെ പെട്ടെന്ന് നടന്നു. ഞാൻ പറഞ്ഞത് ആന്റണി രാജു പറഞ്ഞ തെറ്റാണെന്നല്ല. ആന്റണി രാജുവിനുണ്ടാകാവുന്ന വിഷമങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ച, അല്ല ജോർജിനെ ഡിസ്ക്വാളിഫൈ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കാണ്, മാണി ഗ്രൂപ്പിനാണ്, അവർ ചെയ്യേണ്ട കാര്യമാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് ആന്റണി രാജു പറഞ്ഞത് ഞായറാഴ്ച ചേരുന്ന ഉന്നതാധികാര സമിതിയിൽ താങ്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്നാണ്. ഇന്നലെ ഇതേ സമയത്ത് എഡിറ്റേഴ്സ് അവറിലാണ് പറഞ്ഞത് MLA സ്ഥാനമുള്ള ജോർജ് ആയിരിക്കില്ല പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമെന്ന്. ആദ്യം താങ്കൾക്കെതിരെ സ്പീക്കർക്ക് കത്ത് കൊടുക്കാനാണ് പോകുന്നത്. നികേഷേ, കാര്യം മനസ്സിലായില്ലേ? PCR എന്തോ ചെയ്യാന്? തിരുവനന്തപുരത്ത് ജില്ലയിലുള്ള അരുവിക്കര PCR എന്താണ്? പുച്ഛമായിരുന്നു ഈ മാന്യന്മാർക്കൊക്കെ. ഉമ്മൻചാണ്ടി മിനിങ്ങാന്ന് അവിടെ ചെന്ന് കോളനികളൊക്കെ നടന്നപ്പോൾ ആ PCR ബന്ധം എന്താണെന്നും PCR സ്വാധീനം എന്താണെന്നും മനസ്സിലായത്. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ PCR പറഞ്ഞെടുത്താ വോട്ട് ചെയ്യുന്നതെന്ന് ഉമ്മൻചാണ്ടിക്ക് മനസ്സിലായി. ഉമ്മൻചാണ്ടി വിളിച്ച് KM മാണി ഭീഷണിപ്പെടുത്തി, അത്രേ ഉള്ളത്. അപ്പൊ ആന്റണി ഇറങ്ങി തിരിച്ചു. ജോസഫിന്റെ ആഗ്രഹം നടന്നോട്ടെ. ഞാൻ സ്പീക്കർ കൊടുത്ത കത്തിൽ ജോസഫിന്റെ കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ആ കാര്യം സ്പീക്കർ ഇപ്പൊ എനിക്ക് മറുപടി വരുമ്പോ അതിനകത്ത് കാണും. അതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇവരെ. ഞാനൊരു കള്ളത്തരം കാണിക്കാനില്ല. ശ്രീ PC ജോർജ്, ഇപ്പോൾ താങ്കളെ തൊഴുത്ത് കെട്ടിയിരിക്കുകയാണ്, ക്ഷമിക്കണം, ഇപ്പോൾ താങ്കളെ തൊഴുത്ത് കെട്ടിയിരിക്കുകയാണല്ലോ. ആ തൊഴുത്തിൽ നിന്നും ചവിട്ടി പുറത്താക്കാനുള്ള നീക്കമാണ് ആന്റണി രാജു നടത്തുന്നത്. ഒരു കാര്യം ചെയ്യുക, ഇനി അരുവിക്കരയിൽ പോകാതിരിക്കുക, എന്തെങ്കിലും നടപടി നമുക്ക് ഉണ്ടാക്കാൻ നോക്കാം. നികേഷിനെ പോലെ MP രാഘവന്റെ മൈനിങ്ങനെ അപമര്യാദ പറയരുത്. എന്നെ ഒന്നും തൊഴുത്ത് കെട്ടാൻ ആന്റണി രാജുവോ PO ജോസഫോ KM മാണിയോ വളർന്നിട്ടില്ല. ഉമ്മൻചാണ്ടി വളർന്നിട്ടില്ല, പിന്നെ KM മാണി. എന്നെ ഒന്നും തൊഴുത്ത് കെട്ടില്ല മിസ്റ്റർ നികേഷ്. എന്നെ തൊഴുത്തിന് പുറത്താക്കുകയില്ല. ഞാൻ നിൽക്കേണ്ടടുത്ത് നിൽക്കും. ഇനി ആകെ 9 മാസമാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ തന്നെ ഉള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന കാലഘട്ടമൊക്കെ 6-7 മാസത്തിനുള്ളിൽ ഉണ്ടാകും. അതിനിടയിൽ തീരാൻ പോകുന്നില്ല ഈ നടപടിക്രമങ്ങളും പ്രക്രിയയും എല്ലാം തന്നെ. അപ്പോൾ ജോർജിനെ നിങ്ങൾ ആളാക്കി നിർത്തുന്നു. ജോർജ് മുഴുവൻ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്നു. ആളുകൾ ഞങ്ങളെ വിളിച്ച് ചോദിക്കും, വെറും PC ജോർജ് മാത്രമേ നിങ്ങൾക്ക് വിഷയമുള്ളൂ എന്ന്. നിങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ശ്രീ നികേഷ്, ഞാൻ ഒരു ചോദ്യം അരുമൻ ജോർജിനോട് ചോദിച്ചോട്ടെ. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ PC ജോർജ് സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്ന ശ്രീ ദാസിന് വേണ്ടി വോട്ട് നൽകണമെന്ന് ശ്രീ PC ജോർജ് നാളെ മുതൽ അരുവിക്കര മണ്ഡലത്തിൽ പോയി വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുമോ? 1. 2, ബാലകൃഷ്ണ സാർ പറഞ്ഞതുപോലെ ഞങ്ങൾ വേണമെങ്കിൽ 28-ാം തീയതി
29-ാം തീയതി ചേർന്ന നിയമസഭയിൽ ഒരു ദിവസത്തേക്ക് അദ്ദേഹം വിപ്പ് അനുസരിക്കുന്നോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വേണമെങ്കിൽ അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഞങ്ങൾ ഹർജി കൊടുക്കാം. 3, ഈ നടപടികളൊക്കെ എത്ര ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്ന് തീരുമാനിക്കേണ്ട സ്പീക്കറാണ്. അതിൻ്റെ തെളിവെടുക്കാൻ ഞങ്ങളൊക്കെ സഹകരിച്ചാൽ, തെളിവ് കൊടുക്കേണ്ടവർ കൊടുത്ത് സഹകരിച്ചാൽ വേണമെങ്കിൽ സ്പീക്കർക്ക് എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്ത് വേണമെങ്കിൽ 1-2 മാസത്തിനുള്ളിൽ 1 മാസത്തിനുള്ളിലൊക്കെ വേണമെങ്കിൽ തീർക്കാം. അതുകൊണ്ട് ഇത് വലിയ നീണ്ടുപോകേണ്ട പ്രക്രിയയൊന്നുമില്ല. അതിനാവശ്യമായ തെളിവുകളുടെ കൂമ്പാരം ഞങ്ങളുടെ കയ്യിലുണ്ട്. അരുവിക്കര തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശ്രീ PC ജോർജ് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും പ്രസ്താവനകളും ഈ 10-ാം ഷെഡ്യൂളിലെ ക്ലോസ് 2A അനുസരിച്ച് ഉള്ള വ്യാഖ്യാനങ്ങളുടെ എല്ലാം ലംഘനമാണ്. അത് തെളിയിക്കാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് 1 മാസമൊക്കെ ധാരാളമാണ് തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ. അഡ്വക്കേറ്റ് ജയശങ്കർ, അരുവിക്കര എന്നോട് ചോദിക്കണം, അതിന് ഉത്തരം പറയണ്ടേ? നിൽക്കൂ, ഞാൻ മടങ്ങിയെത്താം. ഒറ്റ മിനിറ്റ് ചോദിച്ചാൽ എല്ലാവരും മറക്കല്ലേ ഞാൻ? പറയൂ. അതായത് ഒന്നാമത് എന്നോട് ചോദിച്ചത് നമ്മുടെ ദാസിന് കുടം ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് അരുവിക്കരയിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുമോ? ഞാൻ ആന്യരാജിനെ പോലൊരു മടയനല്ല. അങ്ങനെ പറഞ്ഞ് പ്രസംഗിച്ചിട്ട് കാലുമാറ്റ നിരോധന നിയമത്തിൽ പ്രതിയാകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അരുവിക്കരയിലെ ജനങ്ങളുടെ മനസ്സ് എന്താണെന്ന്, എന്റെ മനസ്സ് എന്താണെന്നും അവിടെ ജനങ്ങൾക്ക് അരുവിക്കരയിൽ കെ ദാസിന് താങ്കൾ വോട്ട് ആവശ്യപ്പെടുന്നില്ല. കെ ദാസിന് വോട്ട് കൊടുക്കണമെന്ന് കെ ദാസ് എന്താ ആരെ പേടിച്ചു? നിയമത്തെ നിയമം കൊണ്ട് തന്നെ നേരിടും, കുതന്ത്രത്തെ തന്ത്രം കൊണ്ട് നേരിടും. മനസ്സിലായോ? ഈ ആന്യരാജി ഇപ്പൊ കൊണ്ടുവരുന്ന കുതന്ത്രം അതൊക്കെ തന്ത്രം കൊണ്ട് നേരിടും. അതൊക്കെ ഞാൻ പറഞ്ഞ ജനങ്ങൾക്ക് മനസ്സിലായിക്കോളും. നികേഷേ, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. ആന്റണി രാജു മറുപടി. ആന്റണി രാജു പറയട്ടെ. ആന്റണി രാജു, താങ്കൾ അടിച്ച അടി ഗംഭീര അടിയായി പോയി. ഒരടിയും ആയില്ല, ഒരടിയുമല്ല. പറയൂ, എന്താ പറയാൻ? എന്ന് പറയാനില്ല. ആന്റണി രാജു മറുപടി പറയട്ടെ. ചോദ്യത്തിന് ഉത്തരവല്ല ഞാൻ പറഞ്ഞത്. അല്ലല്ല, ആന്റണി രാജു ഇപ്പൊ പറഞ്ഞല്ലോ കെ ദാസിന് വേണ്ടി വോട്ട് പിടിക്കുന്നു എന്നുള്ളത് തന്നെ ഒരു തെളിവായി താങ്കൾക്കെതിരെ വരുമെന്ന് പറഞ്ഞപ്പോ കെ ദാസിന് അനുകൂലമായി വോട്ട് ചോദിക്കാൻ താങ്കൾ തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ ഇത്രയും കാലം താങ്കൾ വെള്ളം കോരിയതൊക്കെ തന്നെ എവിടെ കൊണ്ട് ഒഴുക്കും ശ്രീ PC ജോർജ്? എനിക്ക് മനസ്സിലാകുന്നു. ഈ നികേഷ് ഈ രാജ്യത്താണോ ജീവിക്കുന്നത്? സാമാന്യ ബോധം വിവരം പൊക്കണമൊന്നും ഇല്ലേ? എന്നെ പറ്റി ഈ അടുത്ത കാലത്ത് ഞാൻ എന്റെ മനസ്സെന്താണെന്ന് അരുവിക്കരയിലെ ജനങ്ങൾക്കറിയാം. അല്ല, അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ആ സ്ഥാനാർത്ഥിയെ ഒരു പാനൽ നിശ്ചയിച്ച് തെരഞ്ഞെടുക്കുന്നു, അത് കഴിഞ്ഞതിന് ശേഷം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു, അതിന് കൺവെൻഷനിൽ പങ്കെടുക്കുന്നു, എന്നിട്ട് ആ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ PC ജോർജ് തയ്യാറാകുന്നില്ല എന്നുള്ളത് ആന്റണി രാജു എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു ജനറൽ സെക്രട്ടറി പൊട്ടിച്ച വെടി കണ്ട് പേടിച്ചു പോയി താങ്കൾ. അങ്ങനൊന്ന് ചൂടാക്കല്ലേ നികേഷ്? എന്നെ ഈ കുതന്ത്രത്തിൽ ചാടിക്കാന് നികേഷ് കൂട്ടു നിൽക്കണ്ട. ആ കുതന്ത്രത്തെ തന്ത്രം കൊണ്ട് നേരിടുകയാണ് ഞാൻ. മനസ്സിലായോ? കാരണവശാലും ആ കുതന്ത്രത്തിൽ ഞാൻ വീഴുകയല്ല. അത് വീഴാതിരിക്കാതെ പണിയൊക്കെ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അല്ല, PC ജോർജ് ഇനി ഒരു അയോഗ്യനാക്കപ്പെട്ടു എന്ന് തന്നെ. അയോഗ്യനാക്കപ്പെട്ടാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ദയവായി തുടരുക. ഇവിടെ നിൽക്കൂ. അഡ്വക്കേറ്റ് ജയശങ്കർ, കൂറുമാറ്റ നിരോധന നിയമപ്രകാരം അയോഗ്യനാക്കപ്പെട്ടാൽ ഈ അസംബ്ലിയിലെ ബാക്കി കാലം മിസ് ചെയ്യുക എന്നുള്ളതല്ല PC ജോർജ് ഭയക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് തന്നെ വിലക്കുണ്ടാകും. അതായിരിക്കാം അദ്ദേഹം ഭയക്കുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ MLA ആയില്ലെങ്കിൽ കേരളം വെള്ളത്തിൽ അറബിക്കടലിൽ പോയാലാ. അഡ്വക്കേറ്റ് ജയശങ്കർ നല്ല ചെറുപ്പക്കാരനെ പിടിച്ചിടും. അഡ്വക്കേറ്റ് ജയശങ്കർ മറുപടി. അല്ല, ഇത് ഊർമാറ്റ നിരോധന നിയമം ബാധകമായി വരുമോ എന്നൊക്കെ വേറെ പ്രശ്നം. ഞാൻ വേറെ കാര്യം പറയാം. നികേഷ് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. പണ്ട് എറണാകുളത്ത് ബൈ ഇലക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എന്റെ കണ്ണൂരിൽ കണ്ടാണ് ശ്രീ K കരുണാകരൻ. അത് എറണാകുളത്ത് ക്യാമ്പ് ചെയ്തിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എതിർത്ത് പ്രവർത്തിക്കുക. കോൺഗ്രസ് സ്ഥാനാർത്ഥി MO ജോണാണ്, LDF സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പോളാണ്. സെബാസ്റ്റ്യൻ പോളിന്റെ ചിഹ്നം TV ആണ്. K കരുണാകരനോട് ചോദിക്കുന്നു, നിങ്ങൾ ആർക്കാണ്, എന്താണ് നിങ്ങളുടെ നിലപാട്? അപ്പൊ അദ്ദേഹം പറയുന്നു, ഈ രാജ്യത്ത് TV ഓടുന്നത് ഇന്ദിരാജിയാണ് എന്ന കാര്യം നമ്മുടെ പാർട്ടിക്കാരെല്ലാവരും ഓർമ്മ. വ്യക്തമാണ്. ശ്രീ R ബാലകൃഷ്ണപിള്ള, ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാവുകയാണ്. അയോഗ്യനാക്കപ്പെടുകയാണ് എങ്കിൽ വരുന്ന 6 വർഷത്തേക്ക് കട്ടപ്പോകയായിരിക്കും എന്നുള്ള കാര്യം വ്യക്തമാണ് ജോർജിന്. അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളത് 6 കൊല്ലത്തേക്ക് ഡിസ്ക്വാളിഫിക്കേഷൻ്റെ പ്രൊവിഷൻ ഉണ്ടോ? എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. ഒന്ന്,
ഇതിനകത്തൊരു കാര്യമുണ്ട്, നികേഷ് കാണണം. എന്താന്ന് വെച്ചാൽ ആന്റണി രാജുവും എനിക്ക് വളരെ സ്നേഹമുള്ള ജയശങ്കറും കാണാത്ത ഒരു പോയിന്റ് ഇതിനകത്തുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് കേരള കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്കായി മത്സരിക്കുകയും വോട്ട് പിടിക്കുകയും ചെയ്യുന്നത് കുറ്റകരമാണ്. ഈ നിയമത്തിൽ 10(1)(a)(b)യിലൊക്കെ 1(2)ലൊക്കെ വരുമെന്നാണ് പറയുന്നത്. ഞാൻ അതും തർക്കിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഇവിടെ ഉണ്ട്, നിങ്ങളാരും കാണാതെ പോയി. കേരള കോൺഗ്രസിൽ അരുവിക്കര സ്ഥാനാർത്ഥിയുണ്ടോ? മുന്നണി എന്ന് പറയുന്നത് ഒരു ധാരണയാണ്. ഭരണഘടനാപരമായോ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചോ മുന്നണിക്ക് യാതൊരു വിലയില്ല. മുന്നണി സ്ഥാനാർത്ഥിക്കെതിരായി ജോർജ് വോട്ട് പിടിച്ചാൽ, ഞാനിത് പറയേണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ്, ജോർജ് വോട്ട് പിടിച്ചാൽ കേരള കോൺഗ്രസിന് എന്താ കുഴപ്പം? PJ ജോസഫിന്റെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ടാണ് PJ ജോസഫ് മത്സരിക്കുന്നത്. അതിനെതിരെ ശ്രീ ആർ ബാലകൃഷ്ണപിള്ള പ്രവർത്തിച്ചു എന്നാണ് കേസ്. ഇപ്പോൾ അങ്ങനെ അല്ല എന്നാണ് അദ്ദേഹത്തിന്റെ വാദം. പക്ഷേ ഇവിടെ ബാലകൃഷ്ണൻ സാർ പറഞ്ഞ വളരെ വിചിത്രമായ ഒരു കേട്ടാൽ ഒരു പക്ഷേ ഒരു ലോജിക് ഉണ്ടെന്ന് പറഞ്ഞാലും വളരെ ആ വാദത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാരണം ഈ ക്ലോസ് 2A പറയുന്നതിന്റെ വിശദീകരണ പാർട്ടിൽ പറയുന്നത് എവിഡൻസ് ടു ഷോ ദാറ്റ് the member has acted against the party in a demonstrable manner. 1. 2. Make public statement against the policies and programs. കേരള കോൺഗ്രസ് പാർട്ടിയുടെ പോളിസി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേരള കോൺഗ്രസ് പ്രോഗ്രാം എന്ന് പറയുന്നത്, കേരള കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടെന്ന് പറയുന്നത് അരുവിക്കരയിൽ കേരള കോൺഗ്രസ് പാർട്ടി UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശബരിനാഥിനെ വിജയിപ്പിക്കണമെന്ന് ഉള്ള തീരുമാനമാണ് പാർട്ടി എടുത്തിരിക്കുന്നത്. ആ തീരുമാനത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചാൽ ഈ ക്ലോസിന്റെ പരിധിയിൽ വളരെ നിശ്ചയമായും വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം ഞാൻ പറയാം, പല തെരഞ്ഞെടുപ്പുകളിലും ഇവിടെ മുന്നണിയായി മത്സരിച്ചിട്ട് മുന്നണിക്കെതിരെ വോട്ട് ചെയ്തവരെ ഡിസ്ക്വാളിഫൈ ചെയ്ത നമ്മുടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എത്രയോ വിധികൾ, ഞാൻ തന്നെ അപ്പിയർ ചെയ്ത കേസുകളിലുള്ള എത്രയോ വിധികൾ വേണമെങ്കിൽ ഹാജരാക്കാം. അത് മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യണം നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി കൊണ്ടുവരുന്ന കേരള കോൺഗ്രസ് വിപ്പ് കൊടുത്താൽ PC ജോർജ് വോട്ട് ചെയ്തില്ലെങ്കിൽ അദ്ദേഹത്തെ വിപ്പ് ലംഘിച്ചാലും KM മാണി കൊണ്ടിരുന്ന ബില്ല് മാത്രം വോട്ട് അത് പഞ്ചായത്ത് രാജ് നിയമത്തിൽ അങ്ങനെയാണ്. മുന്നണി മാറി വോട്ട് ചെയ്താലും ഡിസ്ക്വാളിഫിക്കേഷൻ വരും. ഐക്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ജയിച്ചാൽ ഇടത് മുന്നണിയുടെ വോട്ട് ചെയ്താൽ ഡിസ്ക്വാളിഫിക്കേഷൻ ആവും. വോട്ട് ഒരു സ്വതന്ത്രമായിട്ട് ജയിച്ചാൽ ഏതെങ്കിലും പാർട്ടിയിൽ ചേർന്ന് ഡിസ്ക്വാളിഫിക്കേഷൻ ആവും. മനസ്സിലായില്ലേ? ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ MA വാഹിദ് ആണെന്ന് വിചാരിക്കുക, അദ്ദേഹം സ്വതന്ത്രമായിട്ട് റിബലായിട്ട് ജയിക്കുന്നു, അതിനുശേഷം കോൺഗ്രസ് പാർട്ടിയിൽ ചേരും. അദ്ദേഹം നിയമസഭയിലായിരുന്നു, ഡിസ്ക്വാളിഫിക്കേഷൻ വരില്ല. കാരണം വേറെ നിയമം വരിക. നേരെ വെച്ച് അദ്ദേഹം ഒരു പഞ്ചായത്തിലായിരുന്നു എന്ന് വിചാരിക്കുക, അദ്ദേഹം തിരുവനന്തപുരം കോർപ്പറേഷനിലേക്കാണ് സ്വതന്ത്രമായിട്ട് റിബലായിട്ട് ജയിച്ചതിന് ശേഷം കോൺഗ്രസ് പാർട്ടിയിൽ ചേർന്നെങ്കിൽ വാഹിദിന് ഡിസ്ക്വാളിഫിക്കേഷൻ വരുമായിരുന്നു. ഇതാണ് വ്യത്യാസം. ആന്റണി രാജു ഈ വ്യത്യാസം ഇവർ മനസ്സിലായിട്ടില്ല. ശരി, ശ്രീ ആർ ബാലകൃഷ്ണപിള്ള. ഹലോ, പറയൂ, ചോദിച്ചോളൂ. ലീഗൽ പൊസിഷനാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ വിശദീകരണത്തോടൊപ്പം ലീഗൽ പൊസിഷൻ ഞാൻ പറഞ്ഞു. അത് തർക്കിക്കാം, ഇതൊക്കെ കോടതി തീരുമാനിക്കേണ്ടതാണ്. ജയശങ്കർ വിവരമുള്ള വച്ചന ജയശങ്കർ പറഞ്ഞതുപോലെ പഞ്ചായത്ത് ആക്ടിൽ മുന്നണിയാണ്. പക്ഷേ ഇവിടെ ജനപ്രാതിനിധ്യ നിയമത്തിൽ രജിസ്റ്റേർഡ് പാർട്ടിയാണ്. ഗ്രൂപ്പ് അരുവിക്കരയിൽ മത്സരിക്കാത്തിടത്തോളം കാലം അവിടെ വിപ്പ് ബാധകമല്ല. 1 ആണ് വാദത്തിന് വേണ്ടിയാണെന്ന് വെച്ചോളൂ. ഇത് കോടതി പോയി തീർക്കേണ്ട കാര്യമാണ്. കോടതി പോകും, ഒരു സംശയമില്ല. അപ്പം ജോർജിൻ്റെ മാണി ഗ്രൂപ്പ് അവിടെ മത്സരിക്കാത്തിടത്തോളം കാലം സ്ഥാനാർത്ഥിക്കെതിരായി പ്രവർത്തിച്ചു എന്നുള്ളത് ഇന്നത്തതിന് ശേഷം ഒരു പുതിയ സ്ഥാനാർത്ഥി വരാത്തിടത്തോളം കാലം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി അച്ചടക്കരങ്കരം എടുക്കാം. പക്ഷെ നിയമപരമായി നീങ്ങാൻ കഴിയില്ല എന്നാണ് എൻ്റെ പരിമിതമായ ഇക്കാര്യത്തിലുള്ള വിശ്വാസം. വലിയ നിയമ നടപടികളിലേക്കാണ് പോകുന്നത്. PC ജോർജ്, ഇതൊക്കെ സംഭവിക്കും എപ്പോഴാണെന്നറിയാമോ? അരുവിക്കരയിൽ UDF സ്ഥാനാർത്ഥി KS ശബരിനാഥ് ജയിക്കണം. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു പാഠം പഠിപ്പിക്കും. ഇല്ലെങ്കിൽ ഒരു പരിഭ്രമം ഉണ്ടാവും, നേതൃമാറ്റം ആവശ്യപ്പെടാം. അതിൻ്റെ കൂട്ടപ്പൊരിച്ചിൽ ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അതുകൊണ്ട് എന്താണ് മോറൽ ഓഫ് ദ സ്റ്റോറി? നികേഷ്, അവിടെ ആ പയ്യനെങ്കിലും ജയിക്കുകയില്ല. 4ാം സ്ഥാനത്താ. മഴയൊന്നും വോട്ട് ചെയ്യല. സാരി കൂരി ഒന്നും കൊടുത്താലൊന്നും പെണ്ണുങ്ങൾ മേടിച്ചോട്ട് പോകുന്നല്ലാതെ ആരും വോട്ട് ചെയ്യല. അവിടെ നീ അരുവിക്കര നാട്ടിൽ കൂടെ ഒന്ന് നടന്നു നോക്ക്, ഒരു റോഡില്ല. മനസ്സിലായോ? അവിടെ തൊഴിലാളികൾ പട്ടിണിയാ.
കൃഷിക്കാരും പട്ടിണിയാ. അവിടെ മനുഷ്യൻ എങ്ങനെ വോട്ട് ചെയ്യുന്നത്? ഇത് മുഴുവൻ കേട്ടും കണ്ടും സഹിച്ചിരിക്കുന്ന മനുഷ്യൻ കോൺഗ്രസിന് വോട്ട് ചെയ്യൂലെന്ന്. അപ്പൊ അത് അറിയാവുന്ന കോൺഗ്രസ്സുകാരൻ എന്റെ മുഖത്ത് കേട്ട് കാര്യം വല്ലതും ഉണ്ടോ? അതുകൊണ്ട് ഇവിടെ ACDP സ്ഥാനാർത്ഥി മിസ്റ്റർ ദാസിന്റെ കൊടം ചിഹ്നത്തിൽ മത്സരിക്കുകയാണ്. അത് അവിടെയുള്ളവർക്കറിയാം. ഞാൻ ആരുടെ പ്രശ്നമെന്ന് ഓർക്കറിയാം. പിന്നെ ഞാൻ പറയണം വോട്ട് ചെയ്യണമെന്ന് പറയാതെ തന്നെ ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ആന്റണി ഒരു കാര്യം ചെയ്യുക, ഇങ്ങനെ അബദ്ധം ഒന്നും കാണിക്കാതെ, ജോസഫിനും ഉള്ള വിരോധം എന്നോട് ഇപ്പൊ തീർക്കാതെ കേരള കോൺഗ്രസ് നന്നാക്കിയെടുക്കാനുള്ള മാർഗം നമുക്ക് ആന്റണി ഒരുമിച്ചിരുന്ന് ആലോചിക്കാം. ഒരു ഘട്ടത്തിൽ ശ്രീ PC ജോർജ് താങ്കളെയും കൂട്ടി LDF-ലേക്ക് പോകാൻ ജോസഫ് ഗ്രൂപ്പ് ആലോചിച്ചിരുന്നല്ലോ. ഇത്ര പെട്ടെന്ന് ആന്റണി രാജുവും താങ്കളും ശത്രുക്കളായി പോയതെന്തേ? എനിക്ക് മനസ്സിലാകുന്നില്ല. ആന്റണി എന്റെ അടുത്ത സുഹൃത്താണെന്ന് മാത്രമല്ല, എനിക്ക് സഹതാപമുണ്ട് ആന്റണിയോട്. ഒരു സീറ്റ് പോലും കൊടുക്കാനും ആ പാവത്തിന് കഴിഞ്ഞ ഇവിടെ തീർത്ത് ഇത്തവണ കൊടുത്തില്ല. ഇത്തവണ തിരുവനന്തപുരം ജില്ലയിൽ അത് പോട്ടെ, അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകും. അത് നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. ചർച്ച ചെയ്തൊരു സീറ്റ് എന്തായാലും ഇത്തവണ ആന്റണി രാജുവിന് കൊടുക്കണം. ശ്രീ ജേക്കബ് ജോർജ്, അരുവിക്കരയ്ക്ക് മുമ്പ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോകാൻ കേരള കോൺഗ്രസ് എം തയ്യാറാകുമോ? അത് പെട്ടെന്ന് പിന്നെ ഞായറാഴ്ചയോടെ മീറ്റിംഗ് വെച്ചിരിക്കുകയാണല്ലോ. നാളെ തീരുമാനം അവരെടുക്കും. എനിക്ക് തോന്നുന്നു കേരള കോൺഗ്രസ്സുകാർ തീരുമാനമെടുക്കും. നടപടിക്രമങ്ങൾ ചിലപ്പോൾ അരുവിക്കര കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. കാരണം അരുവിക്കര നിർണായകമാണ്. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത്, കേരള കോൺഗ്രസിൻ്റെ നമ്മൾ കാണുന്ന ഒരു പാരമ്പര്യം അനുസരിച്ച് ഒരു നേതാവ്, ഒരു MLA, ഒരു മന്ത്രിസ്ഥാനം. നമ്മുടെ ബഹുമാനപ്പെട്ട R. ബാലകൃഷ്ണപിള്ളക്ക് നോക്കി ചിരിച്ചോണ്ടിരിക്കുക അവിടെ. അതിന് ആ ഒരു നല്ല പാത നമ്മുടെ PC ജോർജിനും തുടരാവുന്നതാണ്. ഒരു പൂഞ്ഞാർ MLA മാത്രമേ ഉണ്ടാകാവൂ. ഒരു മുന്നണി ബന്ധമൊക്കെ വേണം. കൊട്ടാരക്കരയിൽ നമ്മുടെ R. ബാലകൃഷ്ണപിള്ളക്ക് ഏകനായിട്ടിരുന്നതല്ലേ? അതേമാതിരി PC ജോർജ് MLA ആവാം. ഞാൻ ജോർജിനോട് അത് ഉപദേശിച്ചതാണ്. PC ജോർജ് താങ്കൾ ഇപ്പൊ മന്ത്രിയല്ലേ? അങ്ങനെ ജേക്കബ് ജോർജ് എനിക്കറിയാം രാഷ്ട്രീയമൊക്കെ. ജേക്കബ് ജോർജിന്റെ പിതാവെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനെ ഉൾപ്പെടെ എനിക്കറിയാം. മനസ്സിലായോ? ജേക്കബ് ജോർജ് തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ അല്പം കേരള കോൺഗ്രസ് മൈൻഡഡായി. ആ കേരള കോൺഗ്രസ് എന്നോട് അത്ര മൈൻഡല്ല. എന്റെ അപ്പന്റെ പേര് PC ജോർജ് എന്നാണ്. കുറ്റപ്പെടുത്തില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്റെ അച്ഛന്റെ പേര് PC ജോർജ് എന്നാണ്. അല്ല, എനിക്ക് വ്യക്തമായ ചില കാഴ്ചപ്പാടുകളുണ്ട്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ പ്രജുഡീസ് ഒന്നും വെച്ച് പറഞ്ഞതല്ല. കേൾക്കണുള്ളൂ. ഒരു പൊളിറ്റിക്കൽ പ്രജുഡീസും വെച്ച് പറഞ്ഞതല്ല. ഞാനിതിൻ്റെ നിയമപരമായി എനിക്കറിയാവുന്നതും ഞാൻ ഇന്നലെയും ഇന്നുമായി വായിച്ച് മനസ്സിലാക്കിയതുമായ ഒരു പ്രധാന പോയിൻ്റാണ് പറഞ്ഞത്. കേരള കോൺഗ്രസ് മത്സരിക്കാത്തിടത്തോളം കാലം, ജനപ്രാതിനിധ്യത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് മുന്നണിയൊന്നും അതിൽ പറയാത്തിടത്തോളം കാലം സ്വന്തം സ്ഥാനാർത്ഥി എന്ന് പറയാനൊക്കെ മുന്നണി സ്ഥാനാർത്ഥിയുള്ളൂ. അത് നിയമത്തിലില്ല. ഇത് ജനപ്രാതിനിധ്യമാണ്. മുന്നണി എന്നുള്ളതില്ല. അതുകൊണ്ട് അത് പറഞ്ഞ് ജോർജിൻ്റെ പേര് തെളിവെടുക്കുക. 2, ജോർജ് ശ്രദ്ധിക്കാൻ പറയുക. ഈ വയ്യാവേലി ചെന്ന് ചാടരുതെന്ന് ജോർജിനോട് ഞാൻ പല പ്രാവശ്യം അഭ്യർത്ഥിച്ചല്ലേ. എന്നെയും കൂടെ ജോർജ് ഇതിനകത്ത് കൊണ്ട് കയറ്റാൻ ശ്രമിച്ചതാ. ഇപ്പം ഞാൻ ചെയ്തത് ശരിയാണെന്ന് ജോർജിന് തോന്നിക്കാണുമല്ലോ. ഇപ്പോ ഇതെല്ലാം ജോർജ് സ്വയം ഉണ്ടാക്കിയതാണ്. മുന്നണിയിലാകുന്നതെങ്കിൽ മന്ത്രിയാകുമായിരുന്നു, കൊടിവെച്ച കാറിൽ പോകാമായിരുന്നു താങ്കൾക്ക്. എനിക്ക് വേണ്ട. എനിക്ക് അതിനപ്പുറത്ത് കാർഷിക മേഖലയിൽ പാവപ്പെട്ട മലയോര കർഷകർ നീതി ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. ഇതുപോലെ വഞ്ചിക്കപ്പെടുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. ഞാൻ പറഞ്ഞതിലൂടെ ജോർജ് മറുപടി പറയണം. അങ്ങ് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലയോ ജോർജിനോട് ഇത് വേണ്ടാന്ന്? പറഞ്ഞതാണ്. അങ്ങ് TN ജേക്കബ് പറഞ്ഞതാ. അങ്ങ് മാത്രമല്ല, TN ജേക്കബ് എന്നോട് പറഞ്ഞു. ഞാൻ ആത്മാർത്ഥ, പക്ഷേ ഞാൻ വാക്ക് പറഞ്ഞവനാണ്. പറ്റിപ്പോയി. ഞാൻ നിർത്തുകയാണ്. വളരെ നന്ദി എല്ലാവർക്കും. ആന്റണി രാജു, ശ്രീ R. ബാലകൃഷ്ണപിള്ള, ജേക്കബ് ജോർജ്, ശ്രീ PC ജോർജ്, അഡ്വക്കേറ്റ് ജയശങ്കർ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്